വിജയേട്ടൻ ഇവിടെ ഇല്ലേ? സാറകത്തുണ്ട്. കുറച്ച് വെഡിങ് കാർഡ് പ്രിന്റ് ചെയ്ത് തരണം. ആർക്കാ? എനിക്ക് തന്നെ. എന്റെ കല്യാണം ഉറപ്പിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. ഇതാ ഏത് കാർഡാ വേണ്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോളാം. പെട്ടെന്ന് ആലോചന വന്നത്. ഞാനൊരു പെണ്ണല്ലേ, എത്രയെന്ന് വെച്ച് എതിർക്കുക? എന്നിട്ടെന്താ നീ എന്നെ അറിയിക്കായിരുന്നത്? എവിടെയെന്ന് വെച്ച് അറിയിക്കുക? എത്ര ദിവസവും ഞാൻ അന്വേഷിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ കാത്തു നിൽക്കും. ഇന്ദു, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാൻ എവിടെ പോയാലും നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിനക്കറിയില്ലേ? ഇന്ദു, കരയാതെ ഇന്ദു. ഇനി സമയം വൈകിട്ടില്ല. നീ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. അയ്യോ വിജയേട്ടാ. എന്താ, നീ എന്റെ കൂടെ വരില്ലേ? നാടാകെ കല്യാണം മറന്നു. ഇനിയും ഞാൻ അതിൽ നിന്ന് മാറിയാൽ എന്റെ അച്ഛനും അമ്മയും. നിനക്ക് എന്നോട് സ്നേഹമില്ലേ? സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നത്. വിജയേട്ടൻ കല്യാണത്തിന് വരില്ലേ? വിജയേട്ടൻ ഇത്ര വലിയ മണ്ടനായല്ലോ. വിജയേട്ടനെ അല്ലാതെ മറ്റാരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഈ ഇന്ദു ജീവനോടിരിക്കും. നിനക്ക് വേദനിച്ചോ? വേദനിച്ചു. എന്നാൽ ഈ വേദന ഞാൻ എന്നും സൂക്ഷിക്കും. വിജയേട്ടനോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി. ഏട്ടാ എണീക്കുന്നു. ഇന്നലെ എന്തോ ഉറക്കമായിരുന്നില്ലേ? വാതിൽ മടക്കാതെ ബോധമില്ലാതെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലേ പല കള്ളന്മാരും നിന്നെ പൊക്കി എടുത്തോണ്ട് പോയാലും എന്റെ പൊന്നുമോൾ അറിയത്തില്ല. അതിന് ആർക്കാണ് ഇഷ്ടം? ഏട്ടനില്ലല്ലോ. ഉണ്ടെങ്കിൽ നേരത്തെ വീട്ടിൽ വരും. നിന്നെ നല്ല നിലയിൽ ഒരുത്തിനെ പിടിച്ചേൽപ്പിക്കുന്നത് വരെ ഈ ചേട്ടൻ സമയത്തും കാലത്തും ഊണുറക്കം ഉണ്ടാവില്ല മോളെ. അതിന് ആർക്കെവിടെ കല്യാണത്തിന് ധൃതി? എനിക്ക് തന്നെ. എടി, നിന്നെ കെട്ടിച്ചയച്ചതിന് ശേഷമേ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ. നീ പോത്തുപോലെ ഇങ്ങനെ വളർന്ന് വഴിമുടക്കിയാലേ ഞാനെങ്ങനെ അടി ഓവർടേക്ക് ചെയ്യുന്നത്? ഒടിയന്റെ മുമ്പിൽ മായം കാട്ടണ്ട കേട്ടോ. ഇത്രയും കാലമില്ലാത്ത ധൃതി ഇപ്പോഴെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ദേവേച്ചിക്കേട്ടന് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഒരുവിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ഈ ഇടയ്ക്ക് വികൃതിച്ചിട്ട് കൂടുന്നു. ഉപകാരത്തിനുള്ള സമ്മാനമാണല്ലേ. ആ മുഖത്തെ തെളിച്ചം കണ്ടില്ലേ? ഏട്ടൻ കഴിയുന്നതും വേഗം ദേവിയേച്ചി എനിക്ക് കൊണ്ടുതരണം. ഏട്ടനും ദേവിയേച്ചിയും ഞാനും. പിന്നെ എന്നെപ്പോലൊരു ഭാഗ്യവതി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടതെന്നും ഒരു രൂപമില്ല. തെറ്റായാലും ശരിയായാലും മാഷുടെ വാക്ക് സഹിക്കാൻ മോന് കഴിയുമെന്ന് മാഷുക്കുറപ്പുണ്ട്. മാഷ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സമയമാകുമ്പോ ഞാനത് അങ്ങോട്ട് പറയണമെന്ന് കരുതിയിരുന്നു. ആഗ്രഹിച്ചത് അവിവേകമാണെന്ന് അറിയാഞ്ഞിട്ടല്ല. മനക്കോട്ട കെട്ടുമ്പോഴാരും തറയുടെ ബലം നോക്കാറില്ലല്ലോ. മാഷേ, വാക്കുകൊണ്ട് വിശ്വസിപ്പിക്കാനേ എനിക്കിപ്പോഴാവൂ. അതിലേറെ തൽക്കാലം എനിക്ക് വയ്യ. ഏതായാലും ഞാൻ ഉള്ളിടത്തോളം കാലം ശ്രീദേവി ഒറ്റയ്ക്കാവില്ല. മോഹനേട്ടാ, അച്ഛന്റെ വേദന പറഞ്ഞേ ഉള്ളൂ. അതിൽ മോഹനേട്ട വിഷമിക്കരുത്. വിഷമമല്ല ശ്രീദേവി, സത്യത്തിൽ ഞാനത് എത്ര ആഗ്രഹിക്കുന്നെന്നോ. നിനക്കറിയാമല്ലോ അരുണിയുടെ കാര്യം. എന്റെ ശക്തിയും ദൗർബല്യവും അവളാണ്. ഇന്നുവരെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ട് ജീവിച്ചതും അവൾക്ക് വേണ്ടിയാണ്.
അവർക്കൊരു നല്ല ജീവിതം കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് ഞാനിന്നൊരു ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ ഇന്ന് ശ്രീദേവിയും അച്ഛനും തിരിച്ചു വന്നതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായി. ഏട്ടാ, ഏയ്, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോ ഏട്ടൻ എന്നെ മൈൻഡില്ലാണ്ടായി. നിനക്ക് കളിതമാശ കുറച്ച് കൂടുന്നുണ്ട്. അപ്പോ എനിക്കൊന്നും പറയാൻ പാടില്ലേ? പറയാം, പക്ഷേ ഈ മണ്ടത്തരങ്ങളൊന്നും വിളിച്ച് പറയരുത്. നിന്റെ കാര്യം കൊണ്ട് തുടങ്ങാം. നിന്റെ കാര്യം ഓർക്കുമ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നുന്നതാ. 7 ജന്മം കഴിഞ്ഞാലും ഒരു സെക്കൻഡ് ജീവിച്ചിരുന്നു എന്നുള്ള തോന്നൽ നിനക്കുണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് ഇത്രയൊക്കെ മതി. പരീക്ഷ പാസ്സായി സ്വന്തമായൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുക, ഇന്ദുവിന് വിവാഹം കഴിച്ച് സുഖമായൊരു ജീവിതം തുടരുക. എനിക്ക് ഈ ജന്മം ഇത്രയൊക്കെ ആഗ്രഹങ്ങളേ ഉള്ളൂ. നീ ഇങ്ങനെ വെള്ളയും ഇട്ട് പാലും കുടിച്ചോണ്ട് നടന്നു. ഇന്ത് നല്ല ആമ്പിള്ളേരുടെ കയ്യും പിടിച്ചോണ്ട് അത് പോകും. കരുനാക്കൊണ്ടൊന്നും പറയണ ദുഷ്ട. ഞാൻ പറയുന്നതാണ് കുറ്റം. ഇവിടെ ആണായാലും ഇത്തിരി തന്റേടം വേണ്ടടാ. അവളുടെ മുമ്പിൽ ഒരു മിനിറ്റെങ്കിലും മുട്ടു വരയ്ക്കാതെ നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നീ വെല്ലുവിളിക്കാണോ? ഞാൻ ഇപ്പൊ തന്നെ അവളെ പോയി കാണാം. എന്നിട്ട് ഞങ്ങൾ ഈ പട്ടണം മുഴുവൻ ചുറ്റിക്കാണും. എന്നിട്ട് ഞാൻ എന്റെ മനസ്സ് മുഴുവൻ അവളുടെ മുന്നിൽ തുറന്നു വയ്ക്കും. എന്തോ കയറിക്കൊള്ളൂ, ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. വരൂ എന്തു വാടി. പൊന്നു സാറേ, നേരെ നോക്കി വണ്ടി വിടണേ, ഞങ്ങൾക്ക് കുടുംബത്തിലെത്തേണ്ടതാ. എടി, നിന്റെ രാജേട്ടന്റെ ജന്മദിനം എന്നാ? എന്തിനാ? അല്ല, ഞാൻ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ച. രാജേട്ടൻ ജനിച്ചത് റിപ്പബ്ലിക് ഡേക്കാ? അയ്യോ അല്ല, ഈ വേഷം കാണുമ്പോ റിപ്പബ്ലിക് ഡേ പരേഡിന് പോണ പോലെയാ തോന്നാ. നെഞ്ചത്തൊരു കൊടിയും കൂടി കുത്തിയാ മുഴുവനായി. ഇത് നിങ്ങളുടെ ഫാമിലി ഡ്രസ് ആണോടി? ഒന്ന് ചുമ്മാ ഇരിയടി, പാവം രാജേട്ടൻ. രാജേട്ടാ, ഇതിപ്പോ ശരിയാവും. എന്റെ പാൻ ബെൽറ്റ് ലൂസ്. സാരമില്ല, ഞങ്ങൾ നടന്നു. ലൂസ് ശരിയാവും. സാരമില്ലെന്നേ. ഒരു മുടിഞ്ഞ വണ്ടി.